മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ച തിരുവനന്തപുരം ബാലരാമം സ്വദേശി സലീമിനെതിരെ പോലീസ് കേസെടുത്തു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയം കരിദിനമായി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്തതിനാണ് കേസെടുത്തത്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, വിശദാംശങ്ങൾ. വിഷ്ണു, കഴിഞ്ഞ ദിവസം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവം. തിരുവനന്തപുരം ബാലരാമപുരത്തിന് സമീപം വഴിമുക്കിൽ ഈ സലീം എന്നയാൾ, ഒറ്റയാൾ സലീം എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഇയാൾ ഒരു ലൗഡ് സ്പീക്കറുമായി ജംഗ്ഷനിൽ എത്തുകയും അവിടെ ഈ ലൗഡ് സ്പീക്കർ മുഖേന ഇത്തരത്തിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ ആഹ്വാനം നടത്തുകയുമായിരുന്നു. അതായത് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയം ഖുർആൻ വായിച്ച് പ്രതിഷേധിക്കണം, മാത്രമല്ല ഇത് കരിദിനമായി 22-ാം തീയതി, അതായത് കരിദിനമായി ആചരിക്കുന്നു. സമാനമായി തന്നെ ഇത്തരത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന ഈ വേളയിലും കരിദിനമായി ആചരിക്കണമെന്നാണ് ഇദ്ദേഹം ഈ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് പരസ്യമായി പറഞ്ഞത്. ഇതിനെതിരെ ചിലർ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും കൂടാതെ പോലീസിൽ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് നെയ്യാറ്റിൻകര പോലീസ് ഈ സലീമിനെതിരെ കേസെടുത്തത്. മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് 153 വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന സമയം സമൂഹത്തിൽ ഇത്തരത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു എന്ന ഒരു കണ്ടെത്തൽ പോലീസ് നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സലീമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ശരി, പ്രാണപ്രതിഷ്ഠാ ദിനം കരിദിനമായി ആചരിക്കണമെന്ന ആഹ്വാനത്തിനെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ബാലരാമപുരം സ്വദേശി സലീമിനെതിരെയാണ് കേസ്. ചന്തു ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.